മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികൾ ഒളിവിൽ തുടരുന്നു. പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം. മർദ്ദനമേറ്റ യുവാവിന്റെ പേരിൽ എടക്കര പോലീസ് എടുത്ത പോക്സോ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പരിവാർ സംഘടന എടക്കര ബസ് സ്റ്റാൻഡിൽ ഉപവാസ സമരം നടത്തി. ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് പരിവാർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര ബസ് സ്റ്റാൻഡിൽ ഉപവാസ സമരം നടത്തിയത്. മർദ്ദനമേറ്റ യുവാവിന്റെ പേരിൽ എടക്കര പോലീസ് എടുത്ത പോക്സോ കേസ് പിൻവലിക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഉപവാസ സമരം പരിവാർ സംഘടന അഖിലേന്ത്യാ പ്രസിഡന്റ് റിട്ടയർഡ് മേജർ സുധാകർ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി നിയമം 2016 വളരെ ശക്തമായ ഒരു നിയമമാണ്. ഇതിനു മുമ്പ് വന്നിട്ടുള്ള നിയമങ്ങളെ പോലെയല്ല. എടക്കര മധുരക്കരയൻ അലവിയുടെ മകൻ ജിബിനാണ് സ്കൂൾ വിട്ടുവരുമ്പോൾ കാട്ടിച്ചിറ ഭാഗത്ത് വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ഇലക്ട്രിക്കൽ സ്കൂട്ടർ ചാർജ് ചെയ്യാൻ കാട്ടിച്ചിറ ഭാഗത്തെ ഒരു വീട്ടിലെത്തിയ യുവാവ് വീട്ടിലെ 5 വയസ്സുള്ള കുട്ടിയെ പിടിച്ചു വലിച്ചു എന്ന പേരിലായിരുന്നു മർദ്ദനം. യുവാവിന്റെ പിതാവ് നൽകിയ പരാതിയിൽ മർദ്ദിച്ചവർക്കെതിരെ കേസെടുത്ത പോലീസ് വീട്ടുകാരുടെ പരാതിയിൽ 5 വയസ്സുകാരിയെ പിടിച്ചു വലിച്ചു എന്ന പരാതിയിൽ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഒളിവിലായ 3 പ്രതികൾക്കെതിരെ എടക്കര പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. 24 മലപ്പുറം.